ദൈവത്തിന്റെ വിളി. അപ്പോസ്തല പ്രവൃത്തികൾ 7:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ടു ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്നു പാർപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം വിളിക്കുന്ന ദൈവവുമാണ്. ദൈവത്തിന്റെ സംസാരത്തെ കേൾക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. നാം രക്ഷിക്കപ്പെട്ട സമയത്ത് യേശുവിന്റെ പ്രത്യക്ഷത നാം എല്ലാവരും അനുഭവമാക്കിയിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെട്ട സമയത്ത് യേശു നമ്മോട് സംസാരിക്കുകയായിരുന്നു എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മിൽ പലർക്കും സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കർത്താവായ യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ബിരുദം പഠിക്കുകയാണ് എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, എന്തിനു വേണ്ടി? ഭാവിയിൽ നല്ലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞു. ഇതിനുശേഷം കർത്താവ് ചോദിച്ചു, അതിനുശേഷം എന്താണ്? നിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? മറ്റു ചിലരോട് കർത്താവായ യേശു വ്യത്യസ്തമായ രീതിയിൽ സംസാരിച്ചു. നീ എത്ര പാപിയാണെന്ന് നോക്കൂ, നീ എത്ര മോശവും ദരിദ്രനുമാണെന്ന് നോക്കൂ. ഇതിന് മറുപടിയായി ചിലർ കർത്താവിനോട് പറയുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ രക്ഷിക്കണം. ഞാൻ യേശുവാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഈ ദരിദ്രമായ അവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറയുക. നമ്മിൽ മറ്റു ചിലരോട് കർത്താവായ യേശു പറയുന്നു, ഞാൻ ജീവനുള്ളവനാണെന്ന് നിനക്കറിയില്ലേ? നിനക്ക് നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ ഞാൻ മാത്രമാണ് എന്ന് പലരും അറിയുന്നില്ല. ഇത്തരത്തിലുള്ള വാക്കുകൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രസംഗകന്റെ വായിൽ നിന്നല്ല, മറിച്ച് ജീവനുള്ള യേശുവിന്റെ സംസാരത്തിൽ നിന്നുമാണ്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായത് അവനോട് സംസാരിക്കാതെയല്ല. അവൻ അബ്രഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനെ വിളിച്ചു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. വിളിക്കുക എന്നാൽ സംസാരിക്കുക എന്നാണ് അർത്ഥം. ബൈബിൾ മുഴുവനും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വിളിക്ക് പ്രതികരിച്ച മനുഷ്യരുടെ കഥകളാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗത്തിൽ സ്തേഫാനോസ് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ദൈവവിളിയുടെ സ്വഭാവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ വിളി അത് മഹത്വത്തിൽ നിന്നുള്ള വിളിയാണ്. വചനം 2, തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തെ തേജോമയനായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു. ദൈവവിളി മനുഷ്യന്റെ ആശയമല്ല, ഏതെങ്കിലും സഭയുടെ അഭിപ്രായങ്ങളുമല്ല, ഏതെങ്കിലും കുടുംബത്തിന്റെ നിർബന്ധമല്ല. ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നുള്ള വിളിയാണ്, ആഹ്വാനമാണ്. അബ്രഹാം ദൈവത്തെ അന്വേഷിച്ചില്ല, ദൈവം തന്നെയാണ് അബ്രഹാമിനെ തേടി വന്നത്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം, നമ്മുടെ ജീവിതത്തിലെ വിളിയും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമതായി, ദൈവത്തിന്റെ വിളിയുടെ മറ്റൊരു പ്രത്യേകത വിട്ടുപോകലിലേക്കുള്ള വിളിയാണ്. മൂന്നാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ദേശവും നിന്റെ ബന്ധുക്കളെയും വിട്ട് പുറപ്പെടുക. ദൈവവിളി എന്നും വിട്ടുപോകാൻ ആവശ്യപ്പെടുന്ന വിളിയാണ്. പഴയ ജീവിതശൈലി, പഴയ പാപബന്ധങ്ങൾ, പഴയ ആശ്രയങ്ങൾ, ചിലപ്പോൾ പ്രിയപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ വിടേണ്ടി വരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദേശം ഏതെന്ന് പറഞ്ഞില്ല.
വഴി ഏതെന്ന് പറഞ്ഞില്ല, അവസാനം എന്താകും എന്നും പറഞ്ഞില്ല. അതിലൂടെയുള്ള പാഠം, വിശ്വാസം എന്നത് ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതാണ്. ദൈവത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വിളി വിശ്വാസത്തെ അനുസരിക്കുവാൻ ആവശ്യപ്പെടുന്ന വിളിയാണ്. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ കൽദയരുടെ ദേശം വിട്ടു. അബ്രഹാം ചോദ്യങ്ങൾ ചോദിച്ചില്ല, വാദിച്ചില്ല, തന്റെ യാത്ര വൈകിപ്പിച്ചില്ല. ദൈവം വിളിച്ചു, അബ്രഹാം എഴുന്നേറ്റു, യാത്ര തുടങ്ങി. ഇതാണ് വിശ്വാസത്തിന്റെ അനുസരണം. ഇതിലൂടെ ലഭിക്കുന്ന പാഠം, ദൈവവിളി കേട്ടിട്ടും നിൽക്കുന്നത് അനുസരണമല്ല, അത് കേട്ട് നടക്കുന്നതാണ് അനുസരണം. 4-മതായി ആ വിളിയുടെ പ്രത്യേകത, ദൈവത്തിന്റെ വിളിയിൽ കാത്തിരിപ്പും ദൈവത്തിൻ്റെതായ സമയവും ഉണ്ട്. അബ്രഹാം ഹാരാനിലെത്തി, അവിടെ കുറെ നാൾ കാത്തിരുന്നു. തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം ദൈവം അടുത്ത ഘട്ടത്തിലേക്ക് അബ്രഹാമിനെ നയിച്ചു. വിളി ഉടനടി പൂർത്തിയാകണമെന്നില്ല, ഇടവേളകൾ ഉണ്ടാകും, കാത്തിരിപ്പുകൾ ഉണ്ടാകും. ഇതിലൂടെ ലഭിക്കുന്ന പാഠം, ദൈവത്തിന്റെ കാത്തിരിപ്പ്, ദൈവത്തിന്റെ വൈകിക്കൽ അത് നിഷേധകമല്ല, തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ കാണേണ്ട കാര്യം, ദൈവത്തിന്റെ വിളി അത് മഹത്വത്തിൽ നിന്നുള്ളതാണ്, വിട്ടുപോകേണ്ടതിന് വേണ്ടിയിട്ടാണ്. വിശ്വാസ അനുസരണം ആവശ്യപ്പെടുന്നതാണ്, ദൈവ സമയത്തിൽ പൂർണ്ണമാക്കുന്നതാണ്. ഇന്ന് ദൈവം നമ്മോടും ആ കാര്യം ചോദിക്കുന്നു. താങ്കൾ എന്ത് വിട്ടുപോകാൻ തയ്യാറാണോ? എന്റെ വാക്കിൽ നീ നടക്കുമോ? കർത്താവേ, അബ്രഹാമിനെ പോലെ നിന്റെ വിളി കേൾക്കുവാനുള്ള ചെവിയും വിശ്വാസത്തോടെ നടക്കാനുള്ള ഹൃദയവും ഞങ്ങൾക്ക് തരണമേ. നിന്റെ വഴിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ച് ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കരേറ്റാം, ദൈവത്തിനായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.